ഗാസ വിഷയത്തിൽ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഒടുവിൽ മുട്ടുമടക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഗാസയിൽ ഇസ്രായേൽ 21 മാസമായ വ്യോമകര ആക്രമണങ്ങൾ തദ്ദേശീയ ജനതയെ പട്ടിണിയുടെ ഉച്ചസ്ഥായിയിൽ എത്തിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ലോകമെമ്പാടും ഈ വിഷയം വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഗാസ മുനമ്പിലെ 3 ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ ഒടുവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറുവശത്ത് ഈ പ്രഖ്യാപനം ഉണ്ടായിരുന്നിട്ടും ഗാസയിൽ ഇസ്രായേലി വ്യോമാക്രമണങ്ങളും ഷെല്ലാക്രമണങ്ങളിലും 53 പേർ മരിച്ചു എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഗാസയിലെ അൽ മവാസി, ദേർ അൽ ബലാഹ്, ഗാസ സിറ്റി തുടങ്ങിയ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 8 വരെ തന്ത്രപ്രധാനമായിട്ടുള്ള വെടിനിർത്തൽ നടപ്പിലാക്കുമെന്ന് ഇസ്രായേൽ സൈന്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഗാസയിൽ മാനുഷിക സഹായം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ നീക്കത്തിൻ്റെ ലക്ഷ്യം. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായും COGAT നയിക്കുന്ന മാനുഷിക ശ്രമങ്ങൾക്ക് അനുസൃതമായും തീരുമാനമെടുത്തതായിട്ടാണ് IDF നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും സഹകരിച്ചാണ് ആ തീരുമാനമെടുത്തിരിക്കുന്നത്. ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനായി സുരക്ഷിതമായിട്ടുള്ള റോഡുകൾ നിർമ്മിക്കും. രാവിലെ 6 മുതൽ രാത്രി 11 വരെ ഇത് തുറന്നിരിക്കും. ഐക്യരാഷ്ട്രസഭയ്ക്കും മറ്റ് മാനുഷിക സംഘടനകൾക്കും ഭക്ഷണം, മരുന്ന്, ഇന്ധനം തുടങ്ങിയ വസ്തുക്കൾ ഗാസയിലേക്ക് കൊണ്ടുപോകാൻ ഈ റോഡ് അനുവദിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മാനുഷിക സഹായം നൽകിയിട്ടും തങ്ങളുടെ സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നും നിലവിൽ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. തീവ്രവാദ സംഘടനകൾക്കെതിരായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ തുടരും. ആവശ്യമെങ്കിൽ മാനുഷിക സഹായത്തിൻ്റെ വ്യാപ്തി വിപുലീകരിക്കുമെന്നും ഇപ്പോൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും വെടിനിർത്തൽ പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്ക് ശേഷം ഗാസ നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തി. ഒരു സ്ത്രീയും 4 കുട്ടികളും അതിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളുണ്ട്. ഈസ്റ്റ് സെയ്റ്റനിലെ മറ്റൊരു വ്യോമാക്രമണത്തിൽ ഒരു കുട്ടിയും അമ്മയും മുത്തശ്ശിയും ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. ഈ ആക്രമണങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രായേൽ സൈന്യം നിലവിൽ വിസമ്മതിച്ചും ഇരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.